സാധാരണ ആളുകൾ അഭിനവ് ചെയ്യുന്ന ജോലിയും അവന്റെ സാമ്പത്തിക സാഹചര്യങ്ങളും കൊണ്ടാണ് അവനെ അളന്നിരുന്നത്. എന്നാൽ റോഷ്നി അങ്ങനെ ആയിരുന്നില്ല. തന്റെ മുന്നിലിരിക്കുന്ന അഭിനവ് സാധാരണക്കാരനല്ലെന്നും അവന്റെ പുറകിൽ എന്തൊക്കെയോ ദുരൂഹതകൾ ഉണ്ടെന്നും അവൾക്ക് തോന്നി. അവന്റെ നീല കണ്ണുകൾ, നെറ്റിയിലേക്ക് അലസമായി വീണ് കിടക്കുന്ന മുടി, വെളുത്തു തുടുത്ത മുഖം, എല്ലാം റോഷ്നി കൗതുകത്തോടെ നോക്കി. ശരിയാണ്, അഭിനവിന് വല്ലാത്തൊരു ഭംഗിയും പൗരുഷവും ഒക്കെയുണ്ട്. മാന്യമായ ഫോർമൽ ഡ്രസ്സാണ് അവൻ ധരിച്ചിരിക്കുന്നത്. വിക്രമനെ പോലെ ഒരു വലിയ ബിസിനസ്സുകാരന്റെ കമ്പനിയിൽ ഒരു മാനേജർ, അങ്ങനെ ഒരു ലുക്കാണ് ഇപ്പോൾ അവനുള്ളത്. അത് മാറ്റി ബ്രാൻഡഡ് കോട്ടും സൂട്ടും ഒക്കെ ഇട്ട് വന്നാൽ അവനൊരു വലിയ ബിസിനസ്സുകാരന്റെ മകനാണെന്ന് എല്ലാവർക്കും തോന്നും. ഇനി അവൻ ശരിക്കും ഏതെങ്കിലും ഒരു വലിയ കുടുംബത്തിന്റെ അവകാശിയാണോ? അവൻ അത് എന്നിൽ നിന്ന് മനഃപൂർവ്വം മറച്ചു പിടിക്കുന്നതാണോ? റോഷ്നി ചിന്തിച്ചു. ഇതേ സമയം അടുത്ത ടേബിളിലെ ചർച്ച പുരോഗമിക്കുകയായിരുന്നു. അഭിനവ് അപ്പോഴും കൗതുകത്തോടെ എല്ലാം കേട്ടിരിക്കുന്നു. നിനക്കൊക്കെ ടൈഗറിനെ കുറിച്ച് എന്തറിയാം? ഒരു ഡേവിഡും ടൈഗറിന് മുകളിലല്ല. ടൈഗറിന് ഇന്ത്യയിൽ മാത്രമല്ല, ഇന്റർനാഷണൽ ലെവലാടാ പിടിപാടുള്ളത്. ടൈഗർ തിരിച്ചു വന്ന പിന്നെ കളി മാറും, ജോണി പറഞ്ഞു. അപ്പോഴേക്കും അവന്റെ കൂടെ ഇരിക്കുന്ന ഒരു സുഹൃത്ത് അവന്റെ വായ പൊത്തിപ്പിടിച്ചു. എന്റെ പൊന്നു ജോണി, നമുക്ക് പുറത്തിറങ്ങിയിട്ട് സംസാരിക്കാം. നീ ഇവിടെ നിന്ന് ഓരോന്ന് വിളിച്ചു പോയി പണി വാങ്ങിത്തരല്ലേ? അയാൾ ജോണിയോട് അപേക്ഷിക്കുന്നത് പോലെ പറഞ്ഞു. നീ ഒന്ന് പോടാ, സത്യം പറയാൻ ഒരു തരകനെയും പേടിക്കണ്ട. ജോണി അവരുടെ കൈ തട്ടി മാറ്റി. എടാ, നമുക്ക് പോവാം. ഇവൻ വായത്തോന്നെല്ലാം വിളിച്ചു പറഞ്ഞു പണി മേടിക്കും. ഇവന്റെ കൂടെ ഇരുന്ന നമുക്ക് പോലും പ്രശ്നമാണ്. ഇവൻ എന്താന്ന് വെച്ചാൽ ആയിക്കോട്ടെ. അതും പറഞ്ഞുകൊണ്ട് മൂന്നാമൻ എഴുന്നേറ്റു. അഭിനവ് ഇതെല്ലാം കേൾക്കുന്നുണ്ടായിരുന്നു. അടുത്തിരിക്കുന്നത് ടൈഗർ തന്നെയാണെന്ന് അറിയാതെ അവനെ പറ്റിയാണ് അവർ സംസാരിക്കുന്നത്. അഭിനവിന്റെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിടർന്നു. അപ്പോഴാണ് അവന്റെ കണ്ണുകൾ കറുത്ത സ്യൂട്ട് ധരിച്ച ഒരു മനുഷ്യനിൽ പതിഞ്ഞത്. അയാൾ കറുത്ത നിറമുള്ള കണ്ണടയും ധരിച്ചിരുന്നു. കുറച്ചു നേരമായി അയാൾ അവിടെ ഇരുന്ന് സംസാരിക്കുന്ന ആ 3 പേരെയും നോക്കുകയായിരുന്നു. ആ 3 പേരും അവരുടെ സ്ഥലത്ത് നിന്ന് എഴുന്നേറ്റ് പുറത്തേക്ക് പോയപ്പോൾ ആ മനുഷ്യനും അവരുടെ പിന്നാലെ പോയി. അയാൾ അഭിനവിന്റെ അരികിലൂടെ കടന്നുപോയപ്പോൾ അയാളുടെ കയ്യിലിരിക്കുന്ന തോക്ക് അഭിനവ് കണ്ടു. അയാൾ ഡേവിഡ് തരകന്റെ ആളാണെന്ന് അഭിനവിന് മനസ്സിലായി. ഇപ്പൊ ഇവിടെ നിറങ്ങിപ്പോയ 3 പേരെയും കൊല്ലാനുള്ള പുറപ്പാടാണ് അയാൾ. അഭിനവ് ചിന്തിച്ചു. അബി, റോഷ്നി ഉറക്കെ വിളിച്ചു. അപ്പോഴാണ് അഭിനവ് ഞെട്ടി ഉണർന്നത്. നീ എന്തെങ്കിലും പറഞ്ഞിരുന്നോ? അഭിനവ് റോഷ്നിയോട് ചോദിച്ചു. ഞാൻ ഇത്ര ചോദിച്ചിട്ട് എന്താ ഒന്നും പറയാത്തത്? നീ എന്റെ കൂട്ടുകാരോട് കള്ളം പറയാണോ? അവന്റെ കണ്ണുകളിലേക്ക് തന്നെ നോക്കിക്കൊണ്ട് റോഷ്നി ചോദിച്ചു. അത് കേട്ടതും അഭിനവിന്റെ നെറ്റി ചുളിഞ്ഞു. ഏത് കൂട്ടുകാരി? അഭിനവ് ചോദിച്ചു. അനന്യ. റോഷ്നി ആ പേര് ഒന്ന് സ്ട്രെസ് ചെയ്ത് പറഞ്ഞു. അഭിനവന്റെ മനസ്സ് അപ്പോഴും അവിടെ നിന്നും ഇറങ്ങിപ്പോയ ആ 3 പേരിലും തങ്ങി നിൽക്കുകയായിരുന്നു. എന്തായാലും ഇപ്പോൾ തന്റെ മുന്നിലിരിക്കുന്നവളോട് ഒന്നും തുറന്നു പറയാൻ അവന് കഴിയില്ല. അതുകൊണ്ട് വീണ്ടും കള്ളം പറയാൻ അവൻ തീരുമാനിച്ചു. നോ റോഷ്നി, അങ്ങനെയൊന്നുമില്ല. പിന്നെ എനിക്ക് പെട്ടെന്ന് പോകണം. ഒരു പ്രധാനപ്പെട്ട മീറ്റിംഗ് ഉണ്ട്. അതിന് കയറാതിരുന്നത് ശരിയാവില്ല. എത്രയും പെട്ടെന്ന് മീറ്റിംഗ് അറ്റൻഡ് ചെയ്ത് എനിക്ക് വീടെത്തണം. വൈകിയാൽ എന്റെ പെണ്ണ് ഭദ്രകാളിയാവും. അറിയാലോ നിനക്ക് അനന്യയെ? അഭിനവ് ചോദിച്ചു. അത് കേട്ട് റോഷ്നി പൊട്ടിച്ചിരിച്ചു. എന്റെ അബി, ഞാൻ ഈ അനന്യെ ഇന്നും ഇന്നലെയൊന്നും കാണുന്നതല്ല. അവളുടെ മനസ്സിൽ നിന്നെപ്പറ്റി ഒരു ചിന്ത പോലും ഉണ്ടാവില്ല. പിന്നെയാണ് അവൾ നിന്നെ സംശയിക്കുന്നത്. എന്തിനാ മോനെ ഇതുപോലെ തള്ളി മറിക്കുന്നത്? റോഷ്നി ചോദിച്ചു. അതൊക്കെ എന്തെങ്കിലും ആവട്ടെ. എനിക്കെന്തായാലും അത്യാവശ്യമായിട്ട് ഇവിടെ ഒന്ന് പോകണം. കഴിച്ചു തീർന്നാൽ നമുക്ക് ഉടനെ ഇറങ്ങണം. വേണമെങ്കിൽ ഞാൻ നിന്നെ വീട്ടിലാക്കി തരാം, അഭിനവ് പറഞ്ഞു. വേണ്ട, എന്നെ ബസ് സ്റ്റോപ്പിൽ വിട്ടാൽ മതി. എനിക്ക് വേറൊരിടത്ത് പോകാനുണ്ട്, റോഷ്നി അവനെ നോക്കി ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അപ്പോഴേക്കും അവൾ ആഹാരം കഴിച്ചു കഴിഞ്ഞിരുന്നു. അഭിനവ് അവളെയും കൊണ്ട് പുറത്തേക്ക് നടന്നു. അഭിനവ് കാറെടുത്ത് റോഷ്നിയുടെ അരികിലെത്തി. റോഷ്നി കാറിൽ കയറിയതും അവൻ വണ്ടി സ്റ്റാർട്ട് ചെയ്തു. വണ്ടി അല്പം മുന്നോട്ട് പോയപ്പോഴാണ് അവൻ ആ കാഴ്ച കാണുന്നത്. ജോണിയും കൂട്ടുകാരും ആരെയോ ഭയന്ന് അവിടെ നിന്ന് ഓടി രക്ഷപ്പെടാൻ നോക്കുന്നു. അഭിനവിന്റെ കണ്ണുകൾ ആ കാഴ്ച കണ്ടൊന്ന് കുറുകി. അവൻ വേഗം റോഷ്നിയെ അവിടെയുള്ള ബസ് സ്റ്റോപ്പിലേക്ക് കൊണ്ടാക്കി കൊടുത്തു. ശരി റോഷ്നി, എനിക്ക് മീറ്റിംഗ് ഉള്ളതുകൊണ്ടാണ്. അല്ലെങ്കിൽ ഉറപ്പായിട്ട് ഞാൻ നിന്നെ പോകേണ്ട സ്ഥലത്ത് കൊണ്ടാക്കുമായിരുന്നു, അഭിനവ് പറഞ്ഞു. അതൊന്നും സാരമില്ല. എന്തായാലും നീ എന്റെ കൂടെ ഭക്ഷണം കഴിക്കാൻ വന്നല്ലോ, അത് തന്നെ വലിയ കാര്യം. എന്തായാലും നിന്റെ കൂടെയുള്ള സമയമെല്ലാം എനിക്ക് ശരിക്കും എൻജോയ് ചെയ്തിരുന്നു. താങ്ക്സ് എ ലോട്ട്, റോഷ്നി ആത്മാർത്ഥമായി പറഞ്ഞു. അത് കേട്ടതും അഭിനവ് അവളെ നോക്കിയൊന്ന് ചിരിച്ചു. അവൾ പുറത്തിറങ്ങിയതും അവന്റെ മുഖം മാറി. അവൻ കാറ് യൂട്ടേൺ എടുത്ത് നേരത്തെ ജോണിയെയും കൂട്ടുകാരെയും കണ്ട ഇടത്തേക്ക് കുതിച്ചു. ധൃതിയിൽ അഭിനവ് പോകുന്നത് കണ്ടപ്പോൾ റോഷ്നിയുടെ നെറ്റി ചുളിഞ്ഞു. എങ്കിലും അവൾ അവനെ കൈവീശി കാണിച്ചു. റിയർവ്യൂ മിററിൽ അഭിനവ് അത് കണ്ടിരുന്നു. അവനും വിൻഡോയിലൂടെ കൈ പുറത്തേക്കിട്ട് അവളെയും കൈ കാണിച്ചു. നിന്നോട് എനിക്ക് നന്ദി പറയാതിരിക്കാൻ കഴിയില്ല റോഷ്നി. ടൈഗറിന് അറിയാവുന്നവർ കൊച്ചിയിൽ തന്നെ ഉണ്ടെന്നും അവന്റെ വരവിനായി അവരൊക്കെ കാത്തിരിക്കുകയാണെന്ന് നീ എന്നെ കാണിച്ചു തന്നു, അഭിനവ് മനസ്സിൽ പറഞ്ഞു. അഭിനവ് വളരെ വേഗത്തിൽ കാർ ഓടിച്ച് മുന്നോട്ട് പോയി. എന്നാൽ ജോണിയും കൂട്ടുകാരെയും ഒന്നും അവിടെ കാണാൻ പറ്റിയില്ല. അവർ അതിനകം തന്നെ വളരെ ദൂരം മുന്നോട്ട് പോയിട്ടുണ്ടെന്ന് അവന് മനസ്സിലായി. അവർ ഏതെങ്കിലും ഇടവഴിയിലേക്ക് തിരിഞ്ഞോ എന്നവൻ സംശയിച്ചു.
എത്രയും പെട്ടെന്ന് അവരെ കണ്ടെത്തണം. അഭിനവ് ഓർത്തു. അവൻ കാറ് തിരിച്ച് റോങ് സൈഡിലൂടെ മുന്നോട്ട് പാഞ്ഞു. അപ്രതീക്ഷിതമായി റോങ് സൈഡിൽ അഭിനവിന്റെ കാർ വളരെ വേഗത്തിൽ വരുന്നത് കണ്ടതും പല ഡ്രൈവർമാരും പരിഭ്രാന്തരായി. അവർ വണ്ടി പെട്ടെന്ന് വെട്ടിച്ചു മാറ്റി. റോഡിൽ നല്ല തിരക്കുണ്ടായിരുന്നു. എന്നാൽ അഭിനവ് കൂളായി അതിനിടയിലൂടെ ഡ്രൈവ് ചെയ്തു. നിനക്കെന്താടാ, ഭ്രാന്താണോ? റോങ് സൈഡിലാണ് വണ്ടി ഓടിക്കുന്നത്. മറ്റൊരു ഡ്രൈവർ അയാളുടെ വണ്ടിയുടെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് തലയിട്ടുകൊണ്ട് അലറി. അഭിനവ് അതൊന്നും മൈൻഡ് പോലും ചെയ്തില്ല. അവൻ തന്റെ കാർ മുന്നോട്ട് വളരെ വേഗത്തിൽ കൊണ്ടുപോയി. പെട്ടെന്ന് റോഡ് സൈഡിൽ കുറച്ചു പേർ എന്തോ ചെയ്യുന്നത് അഭി കാണുന്നത്. സൂക്ഷിച്ചു നോക്കിയപ്പോൾ ഏതോ ഒരാളെ കുറച്ച് ഗുണ്ടകൾ ചേർന്ന് മർദ്ദിക്കുകയാണെന്ന് അവന് മനസ്സിലായി. അടുത്ത് വന്നപ്പോൾ അത് ജോണി തന്നെയാണെന്ന് അവന് മനസ്സിലായി. ഇത് കണ്ടതും അഭിനവ് കാറിൽ നിന്ന് ചാടിയിറങ്ങി. നിർത്ത്! അഭിനവ് അലറി. അവന്റെ ശബ്ദം കേട്ട് എല്ലാവരും തിരിഞ്ഞു നോക്കി. അഭിനവ് അവരുടെ അടുത്തേക്ക് വന്നു. എന്തിനാ പാവത്തെ തല്ലുന്നത്? അവൻ ദേഷ്യത്തോടെ ചോദിച്ചു. ഇത് കേട്ടതും അവിടെ ഉണ്ടായിരുന്നവർക്ക് ദേഷ്യം വന്നു. ഞങ്ങൾ ചിലപ്പോ തല്ലും, ചിലപ്പോ കൊല്ലും, നിനക്കെന്താ ഇതിൽ കാര്യം? ഗുണ്ടകളിൽ ഒരാൾ ചോദിച്ചു. കാര്യമുണ്ട്, അതുകൊണ്ടല്ലേ ചോദിച്ചത്. അഭിനവ് ഒട്ടും കൂസലില്ലാതെ പറഞ്ഞു. എടാ ചക്ക, വെറുതെ വെളച്ചെടുക്കാതെ പോകാൻ നോക്ക്. ചുമ്മാ ഞങ്ങളുടെ കൈക്ക് പണിയുണ്ടാക്കി വെക്കരുത്. അതിലൊരാൾ പറഞ്ഞു. ഇത് കേട്ട് അഭിനവിന് ചിരി വന്നു. അയ്യോ, ഇങ്ങനൊന്നും പറയല്ലേ, ഞാൻ ശരിക്കും പേടിച്ചു. ദേ, നിന്ന നിപ്പിൽ പേടിച്ച് മൂത്രം വരെ ഒഴിച്ചു, അഭിനവ് പറഞ്ഞു. അഭിനവിന്റെ വാക്കുകൾ കേട്ട് അവിടെ ഉണ്ടായിരുന്ന ആളുകൾക്ക് ദേഷ്യം കൂടി. പെട്ടെന്ന് അവരുടെ നേതാവ് മുന്നോട്ട് വന്നു. എന്താടാ, നീ സിനിമയിലൊക്കെ കാണുന്ന പോലെ വലിയ ഹീറോ ആവാൻ നോക്കുകയാണോ? അങ്ങനെയാണെങ്കിൽ ഇതേ ഈ നിൽക്കുന്നവന്റെ അതേ ഗതി നിനക്കും വരും. ഞങ്ങളോട് കളിക്കാൻ വരുമ്പോ നിന്റെ ഈ 6 ശരീരത്തിന് കിടക്കാനൊരു കുഴി കുഴിച്ചിട്ട് വേണം പോരാൻ. അവൻ തന്റെ നേരെ വരുന്ന ഒരാളുടെ തല പിടിച്ച് ചുവരിൽ ആഞ്ഞടിച്ചു. മറ്റൊരാളുടെ വയറ്റിൽ കൈമുട്ടുകൊണ്ട് താങ്ങി. അപ്പോഴാണ് ഒരാൾ അവനെ പിന്നിൽ നിന്നും കഴുത്തിന് വട്ടം പിടിച്ചത്. അഭിനവ് തന്റെ ഇടത് കൈകൊണ്ട് അവന്റെ കോളറിൽ പിടിച്ച് മുന്നിലേക്കൊന്ന് കുനിഞ്ഞു. അതോടെ പിന്നിലുള്ളയാൾ അവനെ മറികടന്ന് താഴെ വീണു. അവൻ അയാളെ താഴെയിട്ട് ചവിട്ടി. അധിക നേരം കഴിയുന്നതിന് മുൻപ് തന്നെ ശത്രുക്കൾ നിലം പറ്റി. പലരുടെയും വാരിയലുകൾ അവന്റെ ഇടിയേറ്റ് തകർന്നു. കൂട്ടത്തിൽ കയ്യും കാലും ഒടിഞ്ഞവരും ഉണ്ടായിരുന്നു. എല്ലാവരും നിലത്ത് വീണ് കിടന്ന് അഭിനവിനെ ദയനീയമായി നോക്കി. ജോണി അഭിനവരെ ആരാധനയോടെ നോക്കി. ഗുണ്ടകളുടെ ആക്രമണത്തിൽ നിന്ന് ഇനി തനിക്ക് രക്ഷപ്പെടാൻ കഴിയില്ലെന്ന് അവൻ കരുതിയിരുന്നു. അപ്പോഴാണ് ഒരു അവതാര പുരുഷനെ പോലെ അഭിനവ് അവിടേക്ക് എത്തുന്നത്. തന്റെ രക്ഷയ്ക്കായി വന്ന ഒരു ദൈവദൂതനാണ് ഈ നിൽക്കുന്നതെന്ന് ജോണിക്ക് തോന്നി. അഭിനവ് ഗുണ്ടകളുടെ നേതാവിനെ തല്ലിച്ചാതിച്ചു. അയാൾ വേദന കൊണ്ട് പുളഞ്ഞു. ആരാ നീ? അയാൾ അഭിനവിനെ നോക്കിക്കൊണ്ട് ചോദിച്ചു. അവനൊരു സാധാരണക്കാരനല്ല എന്ന് അയാൾക്ക് മനസ്സിലായിരുന്നു. വ്യക്തമായ ലക്ഷ്യത്തോട് തന്നെയാണ് അവൻ അവിടേക്ക് വന്നിരിക്കുന്നതെന്ന് അവന്റെ നീക്കങ്ങളിൽ നിന്ന് തന്നെ അയാൾക്ക് വ്യക്തമായിരുന്നു. എന്നാൽ അഭിനവ് അയാൾക്ക് മറുപടി കൊടുത്തില്ല. ഗുണ്ടകളുടെ നേതാവ് കഷ്ടപ്പെട്ട് നിലത്ത് നിന്ന് എഴുന്നേറ്റ് നിന്നു. അത് കണ്ടപ്പോൾ ജോണിക്ക് ഭയം തോന്നി. അയാൾ ഇനിയും അഭിനവിനെ ആക്രമിക്കാൻ വേണ്ടി പോകുകയാണോ എന്ന് ചിന്തിച്ചു. പറ, നീ ആരാ? കിതച്ചുകൊണ്ട് അയാൾ വീണ്ടും അഭിനവിനോട് ചോദിച്ചു. അഭിനവ് മറുപടി ഒന്നും പറയാതെ നിന്നതേയുള്ളൂ. പിന്നെയും എന്തോ ചോദിക്കാൻ പോയ ഗുണ്ടാ നേതാവ് തളർന്ന് നിലത്ത് വീണു. അത്രത്തോളം അഭിനവ് അയാളെ മർദ്ദിച്ചിട്ടുണ്ടായിരുന്നു. അത് കണ്ടതും അഭിനവിന്റെ മുഖത്ത് ഒരു പുഞ്ചിരി വിരിഞ്ഞു. എല്ലാം കൂടി കണ്ട് ജോണിയുടെ കിളി മൊത്തം പോയിരുന്നു. അവൻ വായും പൊളിച്ചുകൊണ്ട് അഭിനവിനെ നോക്കി. ഇത്രയും ആളുകളെ ഒറ്റയ്ക്ക് തോൽപ്പിക്കാൻ കഴിയുന്ന ഒരാളെ അവൻ സിനിമകളിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ. അവൻ പതുക്കെ അഭിനവിന്റെ അടുത്തേക്ക് നീങ്ങി. തന്റെ നേരെ ജോണി വരുന്നത് അഭിനവ് കണ്ടു. അവന്റെ ചുണ്ടിൽ നിന്ന് രക്തം വരുന്നുണ്ടായിരുന്നു. അവന്റെ കണ്ണിനടിയിൽ അടികൊണ്ടൊരു കറുത്ത പാടുണ്ടായിരുന്നു. കാലിൽ ചതവുണ്ടായിരുന്നു. വസ്ത്രങ്ങൾ കീറിയിരുന്നു. അഭിനവ് സമയത്തിന് അവിടെ എത്തിയില്ലായിരുന്നുവെങ്കിൽ അവൻ ഉറപ്പായും ആ ഗുണ്ടകൾ അടികൊണ്ട് മരിക്കുമായിരുന്നു. ജോണി അഭിനവിന്റെ അരികിലേക്ക് വന്നു. ശരിക്കും നീ ആരാ? എന്തിനാ ഞങ്ങളുടെ ജീവൻ രക്ഷിച്ചത്? ജോണി ചോദിച്ചു. അവന്റെ കൂട്ടുകാർ അവിടെ റോഡിൽ ബോധരഹിതരായി കിടക്കുകയായിരുന്നു. തന്നെ രക്ഷിക്കാൻ വേണ്ടി വന്ന ഈ യുവാവ് ആരാണെന്നറിയാൻ ജോണിക്ക് അതിയായ ആഗ്രഹം തോന്നി. അഭിനവ് ഒരു നിമിഷം അവനെ നോക്കി. പറയാം, പക്ഷെ ഒരിക്കലും അത് ആരോടും പറയില്ലെന്ന് സത്യം ചെയ്യണം, അഭിനവ് അവനോട് പറഞ്ഞു. ജോണി മറ്റൊന്നും ചിന്തിക്കാതെ അഭിനവന്റെ ഈ വ്യവസ്ഥ സമ്മതിച്ചു. ഈ മുന്നിൽ നിൽക്കുന്നത് തന്റെ ജീവൻ രക്ഷിച്ച ആളാണ്. അയാൾക്ക് വേണ്ടി ഒരു രഹസ്യം സൂക്ഷിച്ചു വെക്കണമെങ്കിൽ അത് അത്രയും ആത്മാർത്ഥതയോടെ തന്നെ താൻ ചെയ്യുമെന്ന് ജോണി ചിന്തിച്ചു. അഭിനവ് അവന്റെ അടുത്തേക്ക് വന്ന് ചെവി അടുപ്പിക്കാൻ ആംഗ്യം കാണിച്ചു. ജോണി ചെവി അടുപ്പിച്ചു.